പത്തനംതിട്ടയിൽ വലഞ്ചുഴിയിൽ 14-കാരി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ അയൽവാസി പോലീസ് കസ്റ്റഡിയിലായി. വിവരങ്ങളുമായി നമുക്കൊപ്പം ഷഫീദ് റാവുത്തർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. പറയൂ ഷഫീദ്. ഷഫീദാണ് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരുക. അഴൂർ സ്വദേശിനി ആവണിയാണ് ഇന്നലെ മരിച്ചത്. അയൽവാസിയായ യുവാവ് അച്ഛനെയും സഹോദരനെയും മർദ്ദിക്കുന്നത് കണ്ട് പെൺകുട്ടിയെ ആറ്റിൽ ചാടിയെന്നാണ് FIR. വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ഷഫീദ് നമുക്കൊപ്പം ചേരും. ഷഫീദ്, എന്താണ് ഉണ്ടായത്? ഷഫീദ് റാവുത്തർ. ഇന്നലെ രാത്രി 9 മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വലഞ്ചുഴിയിൽ അച്ഛൻകോവിലാറ്റിൽ വീണ വിദ്യാർത്ഥിനി മരിക്കുകയായിരുന്നു. ആവണി എന്നായിരുന്നു, 15 വയസ്സുകാരിയായ ആവണി എന്നായിരുന്നു. ഉത്സവം കാണാനെത്തിയ ആവണി നടപ്പാലത്തിൽ നിന്ന് ആറ്റിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരുന്ന പ്രാഥമിക വിവരം. മറ്റൊരാൾ രക്ഷിക്കാനായി ചാടിയെങ്കിലും മുങ്ങിത്താഴുന്നതോടെ ഇയാളെ നാട്ടുകാർ കരയിൽ കയറ്റി. അതിനുശേഷം അഗ്നിരക്ഷാ സേനയുടെയും സ്കൂബ ടീമിന്റെയും തെരച്ചിലിനൊടുവിലാണ് രാത്രി 11 മണിയോടുകൂടി ആവണിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മറ്റ് ചില ടേണിംഗ് പോയിന്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിൽ പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന FIR ആണ് ഏറ്റവും നിർണായകമായി മാറിയത്. അതായത് അയൽവാസിയായ യുവാവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ അയൽവാസിയായ യുവാവ് അച്ഛനെയും സഹോദരനെയും മർദ്ദിക്കുന്നത് കണ്ട് പെൺകുട്ടി ആവണി ആറ്റിൽ ചാടി എന്നുള്ളതാണ് ഈ FIR-ൽ പറയുന്ന കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ കുറച്ചുകൂടി വിവരശേഖരണം ആവശ്യമുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഈ യുവാവിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും സങ്കടകരമായ കാര്യമാണ് ഇത് സംഭവിച്ചത്. യാഥാർത്ഥ്യമാണെങ്കിൽ സങ്കടം തന്നെ.